ഇതിനിടെ നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്കൊരു യാത്ര പോയിരുന്നു. അതിൻ്റെ വീഡിയോ ആണിത്. ചുറ്റും കാനനപാത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മുഴുവൻ യൂക്കാലിപ്സ് മരങ്ങളും തേക്കിൻ്റെ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുള്ളതാണ്. സ്വാഭാവിക വനമൊക്കെ വെട്ടി നശിപ്പിച്ച് ഇങ്ങനെയുള്ള കാഴ്ചകളാണ് കണ്ണവം റിസർവ് ഫോറസ്റ്റായാലും ഇവിടെ തിരുനെല്ലിയിലേക്ക് പോകുമ്പോഴും കാണുന്നത്. ഇത് സൺറൂഫിലൂടെ എടുത്തൊരു വീഡിയോ ആണ്. വളരെ മനോഹരമായൊരു വീഡിയോ ആണ്. നമുക്കിതൊന്ന് അല്പസമയം മൗനമായിട്ട് കണ്ടു നോക്കാം. അത്രയും സ്ലോ മോഷനിൽ ബ്യൂട്ടിഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ മകനായിരുന്നു ഡ്രൈവിങ്ങിന് വന്നത്. അവനായിരുന്നു ഇത് ഷൂട്ട് ചെയ്തതും അവൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോയത് തിരുനെല്ലിയിൽ ബലിയിടാൻ പോകുന്നവർക്കും അല്ലാത്തവർക്കും തൃശ്ശിലേരി അമ്പലത്തിൽ പോയി അവിടെ തൊഴുതിട്ട് പോകാം. അങ്ങനെ ആദ്യം നമ്മൾ തൃശ്ശിലേരി അമ്പലത്തിലേക്കാണ് പോയത്. സ്വാഭാവിക വനമൊക്കെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. അറിയില്ല ഇനി ഈ കാട്ടിലെ മൃഗങ്ങൾ വെറുതെയല്ല നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അവർക്ക് കാട്ടിൽ വല്ലതും തിന്നാൻ കിട്ടണ്ടേ. ഇതൊക്കെ ഇങ്ങനെ സ്വാഭാവിക വനം നശിപ്പിച്ചാൽ, ഞാൻ വനമൊന്നും കണ്ടിട്ടേ ഇല്ല, ഉള്ളോട്ടായിരിക്കാൻ വേണ്ടിക്കൽ വനമൊക്കെ, എങ്കിലും പറഞ്ഞു പോകുന്നു. പിന്നെ വെറുതെയാണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ തൃശ്ശിലേരി അമ്പലത്തിലെത്തി. അവിടെ ബലിതർപ്പണത്തിന് പോകുന്നവരാണെങ്കിൽ അവിടെ ഒരു വിളക്ക് സമർപ്പണം നടത്തിയിട്ടാണ് അവർ പോകേണ്ടത്. ഇതാണ് അമ്പലത്തിലേക്ക് ഇറങ്ങുന്ന വഴി. നല്ല അമ്പലമാണ്, വലിയ അമ്പലമാണ്. അവിടുത്തെ ശാന്തിക്കാരൊക്കെ വളരെ നന്നായി പെരുമാറുന്നു. നമുക്ക് തൊഴേണ്ട വിധവും ഒക്കെ പറഞ്ഞു തന്ന് നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അതിൻ്റെ മുകളിൽ ഒരു നാഗത്തിൻ്റെ അമ്പലമുണ്ട്. അവിടെ നമ്മൾ കയറിയില്ല. അങ്ങനെ അവിടുന്ന് ഈ ബലിതർപ്പണത്തിന് പോകുന്നവർ ഇവിടെ നെയ്വിളക്ക് സമർപ്പിച്ചിട്ട് പോകുമോ എന്ന് വെച്ചാൽ, അവിടെ നമ്മൾ തിരുനെല്ലിയിൽ പോയിട്ട് ഇത് ഒഴുക്കിയാൽ അവിടെ നിന്നുള്ള ജലം ഇവിടെയുള്ള തീർത്ഥത്തിലേക്ക്, അതായത് വിഷ്ണുപാദത്തിലേക്ക് വന്നു ചേരും എന്നാണ് ഐതിഹ്യം. അതുകൊണ്ടാണ് തൃശ്ശിലേരിയിൽ പോയതിന് ശേഷം തിരുനെല്ലിയിലേക്ക് പോകുന്നത്. അങ്ങനെ അവിടുന്ന് നമ്മൾ തിരിച്ച് തിരുനെല്ലിയിലേക്ക് പോകുന്നു. പക്ഷേ അവിടെ ഒരാൾ ഞങ്ങൾക്ക് വഴി തെറ്റിച്ചു പറഞ്ഞു തന്നു. അതായത് വന്ന വഴിക്ക് വരരുത്, ഇന്ന് വേറൊരു വഴിക്ക് പോയിട്ടാണ് പോകേണ്ടത്. പക്ഷേ അയാൾ പറഞ്ഞത് നന്നായി, ആ വഴിക്കല്ല, ശരിക്കുള്ള വഴിക്ക് തന്നെ പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് നല്ല വയലുകളുടെ നാടായ വയനാടിൻ്റെ ഭംഗി, മുഴുവനും വയലുകളും കുന്നും സാധാരണ ജനങ്ങളും ചെറിയ വീടുകളും അവരുടെ സ്വസ്ഥമായ ജീവിതങ്ങളും ഒക്കെ കണ്ട് ഒരു യാത്ര. അതേതായാലും വളരെ നന്നായി വഴി തെറ്റി കിട്ടിയത്. ഇത്രയും നല്ലൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. അങ്ങനെ നമ്മൾ അതിലൂടെയൊക്കെ സഞ്ചരിച്ച് ഇത്തരം മനോഹരമായ കാഴ്ചകളായിരുന്നു. അതൊക്കെ കണ്ട് തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് എത്തി. തിരുനെല്ലി ക്ഷേത്രത്തിൽ അന്ന് പുത്തരി ഉത്സവമായിരുന്നു. അതുകൊണ്ട് അന്ന് എല്ലാവർക്കും അവിടെ സദ്യയും ഒക്കെ ഉണ്ടായിരുന്നു. വിചാരിക്കാതെ എത്തിയതായിരുന്നു. അതുകൊണ്ട് നല്ല സദ്യയൊക്കെ അവിടെ നിന്ന് കഴിക്കാൻ പറ്റി. അധികം ആളൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് നമ്മൾ തിരിച്ച് കുറുവ ദ്വീപിലേക്ക് പോകാമെന്ന് വെച്ചു. വൈകുന്നേരമായി. കുറുവ ദ്വീപിലേക്ക് പോകുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് വാൽമീകം ട്രൈബൽ മ്യൂസിയം എന്ന് പറഞ്ഞൊന്ന് കണ്ടു. കയറി നോക്കി. 50 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. പക്ഷേ എങ്കിൽ ഇതൊരു ഭൂമിയുടെ ഉള്ളിലിങ്ങനെ അല്പ സ്ഥലം ഇങ്ങനെ തുരന്ന് ഒരു ഗുഹ പോലെയാക്കി, പിന്നീട് വഴി വെട്ടി, ഉയർന്ന സ്ഥലത്തിൻ്റെ വഴി വെട്ടി അതിലൂടെയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ട്രൈബൽ മ്യൂസിയം എന്ന് പറയാൻ എന്താണെന്ന് അറിയില്ല അവരുദ്ദേശിച്ചത്. ഒന്നുമില്ല കാര്യമായിട്ട് കാണാൻ, സത്യം പറയട്ടെ. ഇങ്ങനെ ഒരാൾക്ക് പ്രതിമ ഉണ്ടാക്കാൻ ഉള്ള ഒരാൾക്ക് അയാൾക്ക് നല്ല പൈസ കിട്ടിയിട്ടുണ്ടാകും. അത്രയല്ലാതെ ഇത് നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒന്നും അതിലുണ്ടായിരുന്നില്ല. പിന്നെ മുകളിലേക്ക് കയറിയാൽ ഒരു പെയിൻറ്റിങ്ങും, പിന്നെ സാധാരണ നമ്മൾ എല്ലായിടത്തും കാണുന്ന ട്രൈബൽസിൻ്റെ കുറച്ച് ഫോട്ടോസ്, അവരുടെ കുറച്ച് കൊട്ടാവട്ടി, വളരെ കുറച്ച്, ഇത്രയും സാധനങ്ങളേ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ. എന്തിനാണ് നമ്മുടെ ഗവൺമെൻറ് ഇതൊക്കെ ഇങ്ങനെ വികലമായിട്ട് പ്ലാൻ ചെയ്യുന്നത് എന്നറിയുന്നില്ല. എത്ര നന്നായിട്ട് ഇതൊക്കെ നമുക്ക് കൊണ്ട് നടക്കാം. അത് കഴിഞ്ഞ് കുറുവ ദ്വീപിലെത്തിയപ്പോൾ കാടിൻ്റെ സ്വന്തം മക്കൾ അവരുടെ വികൃതികൾ കാണിക്കാൻ തുടങ്ങി. അവരുടെ സ്ഥലത്ത് ആണല്ലോ കയ്യേറി നമ്മൾ ചെല്ലുന്നത്. അപ്പോൾ കാറിൻ്റെ ആൻറ്റിനയൊക്കെ കടിച്ചു പറിക്കുന്നുണ്ട്. ബൈക്കൊക്കെ, പിന്നെ ബൈക്കിൻ്റെ ഹെൽമെറ്റൊക്കെ തട്ടിയിടുന്നുണ്ട്, സീറ്റ് കടിക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ പോകുന്നവർ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഒന്ന്
അവർക്ക് ഭക്ഷണം കൊടുക്കാനൊന്നും നിൽക്കരുത്. ഭക്ഷണം കൊടുത്താലാണ് നമ്മുടെ അടുത്തേക്ക് വരിക, അല്ലെങ്കിൽ അവരുടെ വഴിക്കങ്ങ് പോയിക്കോളും. അത്രയേ വേണ്ടൂ. ധാരാളം കുരങ്ങന്മാരുണ്ട്. ഞങ്ങളവിടെ ചങ്ങാടത്തിലൊന്നും പോയില്ല, ഉച്ചയ്ക്ക് ശേഷമായിരുന്നു. പരിസരമൊക്കെ കണ്ടു, തിരക്കേ ഉണ്ടായിരുന്നില്ല. അതൊക്കെ കണ്ട് ഒരു ചായയൊക്കെ കുടിച്ച് അവിടുന്ന് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളും ഇവിടെയൊക്കെ കുറുവ ദ്വീപിലൊക്കെ വരുമ്പോൾ നല്ല തിരക്കാണ് പോലും. പക്ഷേ വൈകുന്നേരം ആയതുകൊണ്ടോ എന്തോ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല പൈസയുമാണ്. ടിക്കറ്റ് 200 രൂപയോ 250 രൂപയോ എന്തോ ഉണ്ട്. തിരക്ക് കുറക്കാനാണ് പോലും ഇത്രയും ചെയ്തിട്ടുള്ളത്. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ്. നല്ലൊരു യാത്ര.